നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. വീണ്ടും തുടർഭരണമുണ്ടായാൽ സർവനാശമായിരിക്കും ഫലമെന്നും PV അൻവർ. കിടഞ്ഞി തുരുത്തിമുക്ക് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുന്നു. KP മോഹനൻ MLA നേതൃത്വത്തിൽ കിടഞ്ഞി ബോട്ട് ജെട്ടിയിൽ KRFB ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. തലശ്ശേരിക്കടുത്തു കതിരൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റും പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനവും തകർന്നു. അപകടത്തിൽപ്പെട്ടത് ആലപ്പുഴയിൽ നിന്നും മാമാനത്തമ്പലത്തിലേക്ക് വരികയായിരുന്ന സംഘം. മാഹി റെയിൽവേ സ്റ്റേഷനിൽ പുതുച്ചേരി സർക്കാർ ബസ്സുകളെയും സഹകരണ ബസ്സുകളെയും റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. 29-ന് ചർച്ച. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാമെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും PV അൻവർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സാമുദായിക കക്ഷികളെ ഭൂരിപക്ഷ സാമുദായിക കക്ഷികളെ ഭൂരിപക്ഷത്തേക്കാക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനേക്കാളും പാർട്ടിയെക്കാളും താല്പര്യം കാണിക്കുന്നത് ഒരു മറക്ക് ഒളിഞ്ഞിൽ നിന്നുകൊണ്ട് BJPയും RSSുമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കേരളം കഴിഞ്ഞ 3-4 മാസമായി ചർച്ച ചെയ്യുന്ന ഒരു സാമുദായിക നേതാവിന്റെ നാവിൽ നിന്ന് കേരളം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വർഗീയ പ്രഭാഷണം നടത്തിയ SNDPയുടെ ജനറൽ സെക്രട്ടറിയെ സ്വന്തം കാറിൽ കയറ്റിയിരുത്തി ആ സദസ്സിൽ കൊണ്ടുവരികയും ആദരിക്കുകയും ചെയ്തത് കേരളത്തിലെ ജനം, മതേതര ജനം സമൂഹം വലിയ അന്താളിപ്പോട് കൂടിയാണ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം സംഗമത്തിന് ശേഷം നടന്ന മറ്റു ചില സാമുദായിക നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു ഘട്ടമാണ്. സ്വാഭാവികമായും പിണറായി മൂന്നാമതും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത യഥാർത്ഥത്തിൽ BJPക്കാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായി തോന്നുന്നു ഞാനത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അതിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. കഴിഞ്ഞ 6-7 മാസമായി പറയുന്ന രാഷ്ട്രീയം പച്ചയായി പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി 10ാം വർഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്. ഒരു 5 വർഷം കൂടി ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ കേരളം ഭരിച്ചാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിക്കും. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടക്കും. അതുപോലെ തന്നെ UDFിലെ പല ഘടകകക്ഷികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയ അസ്ഥിരത കേരളത്തിലുണ്ടാകും. കേരളത്തിലെ ഈ വർഗീയ ധ്രുവീകരണം ഉപയോഗപ്പെടുത്തി BJPയുടെ നല്ലൊരു ശതമാനമായിട്ട് പൂർണ്ണമായിട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പൂർണ്ണമായും വോട്ട് BJPയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടാനും കഴിയില്ല. അപ്പൊ അതിൽ തന്നെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗവും ഇവരും ഒരുമിച്ച് നീങ്ങും. തലശ്ശേരിക്കടുത്ത് കതിരൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റും പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ പോസ്റ്റും തകർന്നു. കതിരൂർ നായനാർ റോഡിൽ ശനിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. കതിരൂർ പൊന്നം നായനാർ റോഡിലാണ് അപകടമുണ്ടായത്. ആലപ്പുഴയിൽ നിന്നും മാമാനത്തമ്പലത്തിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴ സ്വദേശി അജീഷ് ഗോപിനാഥും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്. പുലർച്ചെ 3:30ഓടെയാണ് സംഭവം. വാഹനമോടിച്ചയാൾ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് കരുതുന്നത്. പുലർച്ചെയായതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തെയും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന കിടഞ്ഞി തുരുത്തിമുക്ക് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുന്നു. കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും നിർവഹണ ഏജൻസിയായ KRFB അധികൃതരുടെയും യോഗം KP മോഹനൻ MLA സാന്നിധ്യത്തിൽ നടന്നു. കിടഞ്ഞി ബോട്ട് ജെട്ടിയിലാണ് യോഗം ചേർന്നത്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തെയും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന കിടഞ്ഞി തുരുത്തിമുക്ക് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കാൻ ധാരണയായി. കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും നിർവഹണ ഏജൻസിയായ KRFB അധികാരികളുടെയും യോഗം
KP മോഹനൻ MLA സാന്നിധ്യത്തിൽ നടന്നു. കിടഞ്ഞി ബോട്ട് ജെട്ടിയിലാണ് യോഗം നടന്നത്. അന്ന് ബിനോയ് വിശ്വം മന്ത്രിയായിരുന്ന സമയത്ത്, ഞാൻ MLA ആയ സമയത്ത് ഞാൻ അധ്യക്ഷനും ബിനോയ് വിശ്വവും ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യത്തെ തറക്കല്ലിടൽ ആരംഭിച്ചത്. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു. പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും PWD അതുപോലെ തന്നെ പറ്റിയതായി. ഇപ്പോൾ അങ്ങനെയെല്ലാം അവസാനമായിട്ട് ഇപ്പോഴും KRFBയും അതോടൊപ്പം തന്നെയുള്ള അതെല്ലാം കഴിഞ്ഞ് ആരെടുക്കും ഇതിൻ്റെ കരാർ എന്നായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഊരാളുങ്കൽ ഇത് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഊരാളിൻ്റെ കരാർ ഏറ്റെടുത്തു. ഇന്ന് നമ്മളിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനും അത് ദൂരീകരിക്കാനും പ്രവൃത്തി നമുക്ക് പെട്ടെന്ന് ആരംഭിക്കണം. മുമ്പേ ഇത് തർക്കമിടലും ഇതൊക്കെ തന്നെ കഴിഞ്ഞതാണ്. എന്നാൽ പോലും ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കണം. അതിന് നമ്മൾ തീയതിയും കാണണം. ആ തീയതി കണ്ട് നമ്മളെല്ലാവരും ഇവിടെ ചേർന്നുകൊണ്ട് ഒരു ഘോഷയാത്രയായിട്ട് അതിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ ഊരാളുകളുടെ ഭാഗത്തുണ്ട്. അതൊക്കെ തന്നെ അവർ തന്നെ ഇവിടെ വിശദീകരിക്കും. മാഹി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതിന് പെർമിറ്റില്ലെന്ന് കാണിച്ച് പുതുച്ചേരി സർക്കാർ. സഹകരണ ബസ്സുകളെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ചില ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. ഇതേ തുടർന്ന് മാഹി അതിർത്തിയിൽ കേരള രജിസ്ട്രേഷൻ ഓട്ടോകളെ മാഹി പെർമിറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ മാഹിയിലേക്ക് പ്രവേശിക്കുന്നത് മാഹി RTO തടഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. മാഹി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതിന് പെർമിറ്റില്ലെന്ന് കാണിച്ച് പുതുച്ചേരി സർക്കാർ സഹകരണ ബസ്സുകളെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ചില ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഇതേ തുടർന്ന് മാഹി അതിർത്തിയിൽ കേരള രജിസ്ട്രേഷൻ ഓട്ടോകളെ മാഹി പെർമിറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ മാഹിയിലേക്ക് പ്രവേശിക്കുന്നത് മാഹി RTO തടഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന യാത്രക്കാരെയും സ്കൂൾ ബസ്സുകളടക്കം ഇരുചക്ര വാഹനങ്ങൾ വരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ തൊഴിലാളികൾ കേരള അതിർത്തിയിൽ തടഞ്ഞു. ഇത് ഇരുവിഭാഗം ജനങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിലും സംഘർഷത്തിലും കലാശിച്ചു. അവരോടല്ലോ അവരോടല്ലോ പ്രശ്നം. നമ്മൾ തടഞ്ഞില്ലല്ലോ. ഞങ്ങളെ വീടും തടഞ്ഞതാക്കുന്നത് മാഹി ചോമ്പാൽ പോലീസ് എത്തിയാണ് സംഘർഷത്തിന് അയവ് വന്നത്. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് മാഹി ഗവൺമെന്റ് ഹൌസിൽ കേരള മാഹി RTOമാർ, പോലീസ് ഓഫീസർമാർ, ബസ് ഓട്ടോ പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗം ചേരും. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. എനിക്കാണെങ്കിൽ വിവിധ പരിപാടികളിൽ മുന്നോട്ട് പരിപാടി പങ്കെടുക്കേണ്ടത് സഹോദരൻ അനുജന്റെ നിര്യാണത്തിന് ശേഷം കുറച്ച് ദിവസം നമ്മൾ തന്നെയായി. ഇതാണ് ആദ്യമായി ഒരു പൊതു പരിപാടി പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ ചില ഔദ്യോഗിക പരിപാടി കൂടി ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഈ വികസന സദസ്സിൻ്റെ ആന്തരികമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തവരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നവീകരണ സദസ്സ് എന്ന ശ്രദ്ധേയമായ ഒരു സംവിധാന പ്രക്രിയയിലെ സമൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ് ഈ വികസന സദസ്സ്. എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, സംസ്ഥാന വികസനത്തിന്റെ ആധാരശിലകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നാടിന് വികസനം ഉണ്ടാകൂ. ഇത്തരം കാഴ്ചപ്പാടോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സിലൂടെ ആശയ സംവാദത്തിനും അതിലൂടെ വികസന പദ്ധതികളുടെ രൂപീകരണത്തിനും സർക്കാർ ശ്രമിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെമിനാറുകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ സർക്കാർ തുടർന്ന് നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് ആധാരശിലയാകുമെന്നും മന്ത്രി പറഞ്ഞു. KV സുമേഷ് MLA അധ്യക്ഷനായി. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വികസന രേഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു.
ജില്ലയിലെ മികച്ച NSS യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും പഞ്ചായത്തിന് അംഗൻവാടി നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ മുണ്ടച്ചാലിൽ M. സുഗന്ധ് എന്ന വ്യക്തിയെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കില ഫാക്കൽറ്റി AP ഹംസക്കുട്ടി വികസന സദസ്സ് സംബന്ധിച്ച സ്റ്റേറ്റ് റിപ്പോർട്ട് അവതരണം നടത്തി. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MK ഫാറൂഖ് പഞ്ചായത്ത് തല വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, മുൻ MLA M. പ്രകാശൻ മാസ്റ്റർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ശൗര്യചക്ര PV മനേഷ് എന്നിവർ മുഖ്യാതിഥികളായി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നിസാർ വായിപ്പറമ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. പ്രസീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. അജീഷ്, P. ശ്രുതി, AV സുശീല, K. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘത്തിന്റെ 7ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ 30 രാവിലെ 9:30 ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P. ലില്ലീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 30 രാവിലെ 9:30 സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P. ലില്ലീസ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ സംഘടനയുടെ യൂണിറ്റ് വില്ലേജ് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട 400 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 460 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രവാസി സമൂഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തിരികെ വന്ന വിവിധങ്ങളായ കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെട്ട പ്രവാസികളുടെ പുനരധിവാസം, തൊഴിൽ സാധ്യതകൾ, സാമൂഹിക സുരക്ഷ, പ്രവാസി ക്ഷേമ പദ്ധതികൾ, നിലവിലുള്ള പ്രവാസികളുടെ സുരക്ഷിതത്വത്തിന് മുന്തിയ പരിഗണന നൽകി നോർക്ക കെയർ എന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും, പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ സർക്കാർ നടപടികളാണ് പ്രവാസി സർക്കാർ പ്രവാസി സമൂഹത്തെ ചേർത്ത് പിടിച്ച് വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സാഹചര്യത്തിലാണ് കേരള പ്രവാസി സംഘത്തിന്റെ സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ യൂണിറ്റ് വില്ലേജ് ഏരിയ കേന്ദ്രങ്ങളിൽ സെപ്റ്റംബർ 22 പതാക ദിനമായി ആചരിച്ചു. രക്തദാന ക്യാമ്പ്, പ്രവാസി ക്ഷേമനിധി അദാലത്ത് എന്നിവ അനുബന്ധ പരിപാടികളായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 29 കൂത്തുപറമ്പിൽ 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടക്കും. 29 രാത്രി കൂത്തുപറമ്പ് പട്ടണത്തിൽ വെച്ച് 100 കലാകാരികൾ അണിനിരക്കുന്ന കൈകൊട്ടിക്കളി മത്സരം നടക്കും. സംസ്ഥാന നേതാക്കളായ സജീവ് തൈക്കാട്ട്, P. സൈതാലിക്കുട്ടി, PK അബ്ദുള്ള, ഷാഫിജ, R. ശ്രീകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ KP സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കുട്ടാമ്പള്ളി, ജില്ലാ പ്രസിഡന്റ് EMP അബൂബക്കർ, ജില്ലാ ട്രഷറർ TK രാജീവൻ, V. പ്രശാന്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. രാവിലെ സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി നമ്മൾ അനുബന്ധ പരിപാടികൾ നടത്തി. നിങ്ങളുടെ അറിവിലേക്കുള്ളതാണ്, നമ്മുടെ ബ്ലഡ് ദാന ക്യാമ്പ് നമ്മുടെ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത്. AKG സഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂരിൽ ക്ഷേമനിധി അദാലത്ത് നടന്നു. അത് നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ 29 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്ര നമ്മുടെ മൂരിയാട് ജംഗ്ഷൻ തുടങ്ങി പാറാല് വരെ പോയി തിരിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്ന വിളംബര ഘോഷയാത്ര. 300 സ്ത്രീകൾ, കേരള വസ്ത്രധാരിയായ 300 സ്ത്രീകൾ ഉൾപ്പെടെ 1000 ആളുകളെ പങ്കെടുപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ വാദ്യങ്ങളും മറ്റും കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് 29 തീയതി നടക്കും. അതിന്റെ സമാപനത്തോടുകൂടി ഈ പട്ടണത്തിൽ വെച്ച് തന്നെ 100 കലാകാരികൾ അണിനിരക്കുന്ന കൈകൊട്ടിക്കളി മത്സരം. അത് 5 മണിക്കാണ് ഘോഷയാത്ര ആരംഭിക്കണമെന്ന് ആലോചിച്ച 5:30 ആയാലും ഒരു 6-6:30 ഘോഷയാത്ര സമാപിക്കും. 1 മണിക്കൂറോട് സമാപിക്കും. കേരള സ്റ്റേറ്റ് ബീവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ CITU മേഖലാ കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. കണ്ണൂർ C. കണ്ണൻ സ്മാരക മന്ദിരത്തിൽ കള്ളിച്ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ C. കണ്ണൻ സ്മാരക മന്ദിരത്തിൽ കള്ളിച്ചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ചക്രവർത്തി മാവേലി എന്ന് പറയുന്ന ചക്രവർത്തി ഈ ഭൂമിയിൽ, ഈ മലയാളക്കരയിൽ മനുഷ്യന് വേണ്ടി M. അജിത് അധ്യക്ഷനായി. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും നൽകി. V. ബാലകൃഷ്ണൻ, AK അംബുജാക്ഷൻ, അഭിലാഷ്, P. രത്നവലി തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായി. തൂവക്കുന്ന് എലീസിയം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച മിനി സ്റ്റേഡിയത്തിലെ സ്റ്റേജ് ഉദ്ഘാടനം 28 വൈകിട്ട് 6 KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഏഷ്യൻ ലൈബ്രറിയുടെ മിനി സ്റ്റേഡിയത്തിൽ അവിടെ ഒരു പൊതു സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്നും നാളെയുമായിട്ടാണ് വിവിധ പരിപാടികളോടുകൂടി ഉദ്ഘാടനം നടക്കുന്നത്. ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹൻ അവരുടെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയുടെ ഉപയോഗിച്ചിട്ടാണ് ഒരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്. നാളെ ആ സ്റ്റേജിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുകയാണ്. ഇന്ന് സാംസ്കാരിക സമ്മേളനം നടക്കുന്നു. പ്രശസ്ത കവി ചിത്രകാരനുമായിട്ടുള്ള ശ്രീ സോമൻ കടലൂരാണ് സാംസ്കാരിക സമ്മേളനം നടത്തുന്നത്. തൂവക്കുന്ന് എലീസിയം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച മിനി സ്റ്റേഡിയത്തിലെ സ്റ്റേജ് ഉദ്ഘാടനം 28-ന് വൈകിട്ട് 6-ന് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്റ്റേജ് നിർമ്മിച്ചത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ലത അധ്യക്ഷയാവും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. പ്രദീപ് ഗ്രീൻ റൂം ഉദ്ഘാടനം നിർവഹിക്കും. എലീസിയം ലൈബ്രറി മെമ്പർമാരായ ബാലസാഹിത്യകാരി അമാന അഷ്റഫിനെയും 2024-25 വർഷത്തെ ലൈബ്രറിയിലെ മികച്ച വായനക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട M. ശംഖുവിനെയും ചടങ്ങിൽ ആദരിക്കും. നാട്ടിൻപുറങ്ങളിലെ വായനകൾ കളിക്കളങ്ങളും പൊതുവിടങ്ങളായി. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതൊക്കെ മാറി. ഈ സാഹചര്യത്തിലാണ് എലീസിയം പ്രവർത്തകർ ഒരു പൊതുവേദിയും നാട്ടുകാർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു ഇടമായിട്ട് ഒരു മിനി സ്റ്റേഡിയം നിർമ്മിക്കണമെന്നുള്ള ഒരു തീരുമാനമെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് നാട്ടുകാരുടെയൊക്കെ വളരെ നല്ല സഹകരണത്തിൻ്റെ ഫലമായിട്ട് ഒരു മിനി സ്റ്റേഡിയം സ്ഥാപിക്കുകയും അതിലിപ്പോൾ ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് MLA കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. തുടർന്ന് ബ്ലാക്ക് മീഡിയ കണ്ണൂർ അവതരിപ്പിക്കുന്ന നാടൻ കലാസന്ധ്യയും ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ TN രാമദാസ്, T. അഷ്റഫ് മാസ്റ്റർ, NB അനിത, സ്നേഹസുധ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 2 വരെ നടക്കുന്ന സേവാ പക്കോട സേവന ദ്വൈവാരത്തിന്റെ ഭാഗമായി മാഹി കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ഈസ്റ്റ് പള്ളൂർ ഹൈവേ ജംഗ്ഷന് സമീപം വൃക്ഷത്തൈകൾ നടൽ ഉദ്ഘാടനം പുതുച്ചേരി കൃഷിവകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ MC രവീന്ദ്രൻ നിർവഹിച്ചു. ഈസ്റ്റ് പള്ളൂർ ഹൈവേ ജംഗ്ഷന് സമീപം വൃക്ഷത്തൈകൾ നടൽ ഉദ്ഘാടനം പുതുച്ചേരി കൃഷിവകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ MC രവീന്ദ്രൻ നിർവഹിച്ചു. കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജൻ കാവിൽ അധ്യക്ഷനായി. BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അങ്കവളപ്പിൽ ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. മുതൽ ഒക്ടോബർ 2 വരെ ഭാരതീയ ജനതാ പാർട്ടി കുറച്ച് വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന സേവാ പക്വാദ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. സേവാ പക്വാദയിൽ വിവിധ മേഖലകളിലെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ രക്തദാനം, അതേപോലെ പരിസ്ഥിതി മേഖലയിൽ തന്നെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ബോധവൽക്കരണം. കർഷക മോർച്ച ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ സ്വാഗതവും കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ജയസൂര്യ ബാബു നന്ദിയും പറഞ്ഞു. BJP മാഹി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ KM ത്രിജേഷ്, മഗിനേഷ് മഠത്തിൽ, വൈസ് പ്രസിഡന്റ് ഷാജിമ, VK രാമദാസ്, സെക്രട്ടറി വിജീഷ് ചാലക്കര, OBC മോർച്ച സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് VM മധു, മഹിളാ മോർച്ച സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അർച്ചന അശോക്, SC മോർച്ച സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PT ജയചന്ദ്രൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് KP രജിത, സുനില, സുഹാസിനി പന്തക്കൽ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈഷ്ണവ് മനോജ്, സോമൻ ആനന്ദ്, പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. C. മാധവൻ സ്മാരക വായനശാലയിൽ നടന്നുവരുന്ന ആഴ്ചയിലൊരു നാട്ടുവർത്താനം പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങൾക്കായി ജീവിതശൈലി രോഗനിർണയ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. C. മാധവൻ സ്മാരക വായനശാലയിൽ നടന്നുവരുന്ന ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനത്തിലാണ് വയോജനങ്ങൾക്കായി ജീവിതശൈലി രോഗനിർണയ പരിശോധനയും വയോജനങ്ങളുടെ ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. പിണറായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൈക്കോളജിസ്റ്റ് ആയിഷ നൗറിൻ മുസ്തഫ ക്ലാസ് എടുത്തു. അതിലൊതുങ്ങുന്നില്ല, പിന്നീട് അതൊരു ഹാഫ് കുപ്പിയാ അല്ലെങ്കിൽ അതൊരു ഫുൾ കുപ്പിയായി മാറും. ഇങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനൊരു അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ വരിക?
മദ്യപാനം മാനസികാരോഗ്യത്തിന് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഇതിനാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ, മിഡിൽ ലെവൽ സർവീസ് കോർഡിനേറ്റർമാരായ ദിവ്യ, ധന്യ, വായനശാല ഭാരവാഹികളായ കെ സനൽകുമാർ, ഇ രാജൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 0490233291, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷൺ അഭിയാൻ ദിനാചരണവും പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു. മുത്താരപ്പിടിക അംഗൻവാടിയിൽ മൊകേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പോഷൺ അഭിയാൻ 2025 കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിൽ മികച്ച പോഷകാഹാരം ഉറപ്പാക്കുന്നതിനായി നൂതന സാങ്കേതികവിദ്യയും പരമ്പരാഗത രീതികളും സമന്വയിപ്പിച്ച പോഷകാഹാരങ്ങളുടെ പ്രദർശനവും ഉദ്ഘാടനവും മൊകേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാരിന്റെ കേരള ശിശുക്ഷേമ വകുപ്പ് നടത്തിക്കൊണ്ടുവരിക. നമ്മുടെ ഈ കൊച്ചു കേരളം ആരോഗ്യരംഗത്ത് ഇന്ത്യക്ക് തന്നെ മാതൃകയായി നിൽക്കുകയാണ്. അത് ലോകത്തിന് തന്നെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു വളർച്ചയുടെ അംഗീകാരം തന്നെ നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ പോഷകമൂല്യം ലഭ്യമുള്ള ഭക്ഷണം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു രംഗം, ചിത്രം നമുക്ക് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാം. തെരുവോരങ്ങളിലൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കുപ്പത്തൊട്ടി മാന്തുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യക്കകത്തുള്ളത്. ഈ ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഓരോ ദിവസവും വരുന്ന ലോകരാജ്യങ്ങളിലെ സംഭവവികാസങ്ങൾ നോക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഗാസയിലെ തെരുവീടുകളിൽ പെറ്റുവീണ കുട്ടികൾ ബോംബ് വീണ് മരിക്കുമ്പോഴും, എന്നാൽ അവിടെ അതിനെ അതിജീവിച്ച് ജീവിക്കുന്ന അവിടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഗർഭിണികൾ, അവരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പടയുന്ന കാഴ്ച കണ്ടവരാണ് നമ്മൾ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ്, അംഗങ്ങളായ പ്രസന്ന ദേവരാജ്, P അനിത, N വനജ, കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ K രതി സ്വാഗതവും രാജി ടീച്ചർ നന്ദിയും പറഞ്ഞു. കൗമാരം എന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലിയും സമീകൃത ആഹാരവും ഭാവിയിലേക്കുള്ള ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ 14 തലശ്ശേരി ഉപജില്ലാതല മത്സരം കൊടുവള്ളി GVHSൽ നടന്നു. ചിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. ST ജെയ്സൺ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി CK രമേശൻ സമ്മാനദാനം നടത്തി. മത്സരാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി നടത്തിയ ക്യൂസ് മത്സരത്തിലെ വിജയികൾക്ക് കാത്താണ്ടി റസാഖ് ഉപഹാരം നൽകി. TV സഗീഷ്, AT ഫിൽഷാദ്, T നിഷീദ്, സുരാജ് ചിറക്കര, റിയാസ് ചാത്തോത്ത്, E സുമതി, പ്രൊഫസർ സാജൻ അശ്വജിത് എന്നിവർ സംസാരിച്ചു. K ജയരാജൻ സ്വാഗതവും P ദിനേശൻ നന്ദിയും പറഞ്ഞു.
കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഴീക്കോടൻ രാഘവൻ, പാട്യം ഗോപാലൻ, കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K. അനുശ്രീ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുണ്ടുചിറ AKG സ്മാരക ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഴീക്കോടൻ രാഘവൻ, പാട്യം ഗോപാലൻ, കോടിയേരി ബാലകൃഷ്ണൻ ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K. അനുശ്രീ അനുസ്മരണ പ്രഭാഷണം നടത്തി. വർഗീയവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഓണമായാലും നബിദിനമായാലും ശ്രീനാരായണ ജയന്തിയായാലും മുന്നോട്ടേക്ക് വെക്കുന്ന സന്ദേശം എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്താനും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെയും മനുഷ്യ സ്നേഹത്തോടുകൂടി പരിഗണിക്കാനുമുള്ള സന്ദേശമാണ് എന്ന ബോധ്യത്തിലാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ 3 ദിവസങ്ങളും വിപുലമായ സാംസ്കാരിക ഉത്സവങ്ങളായി സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഒരു സമാനമായ പരിപാടി കൂടി ഇന്നിവിടെ നടക്കുന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലശ്ശേരിക്കും അപ്പുറത്തേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരുത്തോടുകൂടി നയിച്ച 3 സഖാക്കളെ പറ്റി നാം ഇന്ന് വീണ്ടും ഓർക്കുകയാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് പറയാനുള്ളത് 3 സഖാക്കൾ മാത്രമല്ല, സെപ്റ്റംബർ മാസം മാത്രം വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബറിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയും ഇടവേളകളിൽ നാം നിരവധിയായിട്ടുള്ള മനുഷ്യരെ, നേതാക്കളെ ഇത്തരത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്ത് വെച്ചിട്ടുണ്ട്. രക്തസാക്ഷി ദിനങ്ങൾ അതിന്റെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. കേരളത്തിലെ കലണ്ടർ എടുത്ത് പരിശോധിക്കുമ്പോൾ മാസങ്ങളിൽ എത്രയോ ആഴ്ചകളിൽ നമ്മളിങ്ങനെ ഈ നാട്ടിലെ രക്തസാക്ഷി കുടീരങ്ങളുടെ മുന്നിൽ പോയി, അല്ലെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കന്മാരുടെ ഓർമ്മ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1-2 ദിവസങ്ങളുടെ ഇടവേളയിൽ തന്നെ ഒത്തുചേരേണ്ട അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമ്മളോട് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവത്യാഗത്തിന്റെ കഴിഞ്ഞകാല ചരിത്രമാണ്. അത് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കണമെങ്കിൽ കേരളത്തിലെ ആകെ കലണ്ടറുകളുടെ ആകെ അനുഭവം ഒന്നും എടുക്കുന്നില്ലെങ്കിലും സെപ്റ്റംബർ മാസം മാത്രം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന 3 പേരുകൾ സഖാവ് അഴീക്കോടിന്റെയും പാട്യത്തിന്റെയും കോടിയേരിയുടേതും ആണെങ്കിലും അതിനും അപ്പുറത്തേക്കൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ഈ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്, ഈ നാടിന്റെ പുരോഗതിക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് എന്താണെന്ന് വെറുതെ ലളിതമായി മനസ്സിലാക്കണമെങ്കിൽ CPM പൊന്നം ലോക്കൽ സെക്രട്ടറി AK ഷിജു അധ്യക്ഷനായി. അവരുടെ മാനസികാവസ്ഥക്കനുസരിച്ച് അവന്റെ ജീവിത നിലവാരം മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇടപെടാൻ സാധിക്കുന്നത് എന്ന് ലളിതമായ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അവർ സാധാരണക്കാരന്റെ ജീവിതവും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ പ്രയാസങ്ങളും അതുപോലെ തന്നെ അവന്റെ ജീവിത നിലവാരങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിക്കൊണ്ട് ഇടപെട്ടിട്ടുള്ള നേതൃത്വമാണ് എന്നതിന്റെ ഭാഗമായിട്ടാണ്. സാധാരണക്കാരന്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കുക. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ നാടിന്റെ തൊഴിലാളികളുടെ, കർഷകരുടെ, അതുപോലെ തന്നെ വനിതകളുടെ, യുവജനങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അഭിസംബോധന ചെയ്ത് അവരെ അനുഭവിക്കുന്ന, ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് വത്സൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. AKG ക്ലബ്ബും DYFI ബാലസംഘം കുണ്ടുചിറ യൂണിറ്റുകളും സംയുക്തമായി നടത്തിയ ഓണാഘോഷ പരിപാടികളുടെ സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. 2 പേർ പങ്കിട്ടിട്ടുണ്ട്. ദ്രുപതിഭാഗം 1-2 ക്ലാസുകൾ കുട്ടികളുടെ ബലൂൺ ബ്രേക്കിംഗ് 1ാം സ്ഥാനം, പൊട്ടത്തോ ഗ്യാതറിംഗ് 2ാം സ്ഥാനം, ദക്ഷിത്ത് 1ാം സ്ഥാനം, അധിക ആൺകുട്ടികളുടെ ലെമൺ, ശ്രീയാൻ രജീഷ്, സായു ജിജേഷ്. മൊകേരി തങ്ങൾപിടിക്ക സഹറ XS കായികമേള സംഘടിപ്പിച്ചു. VR കൃഷ്ണയ്യർ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരച്ചു.
കായികമേളയുടെ ഉദ്ഘാടനം ടി വി ഷമീൽ നിർവഹിച്ചു. ഫുട്ബോളിലേക്കും അതേപോലെ മറ്റ് കായികങ്ങളിലേക്കും പോയതുകൊണ്ടാണ് ആ ഒരു ജാമിയ സഹ്റ സിഇഒ ടി പി മുസ്തഫ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക കർമ്മ, അഡ്മിനിസ്ട്രേറ്റർ അക്ബർ, സുധാകരൻ മാസ്റ്റർ, മോളി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ കെ മുസ്തഫ സ്വാഗതവും പ്രസീദ ടീച്ചർ നന്ദിയും പറഞ്ഞു. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കണ്ണൂരിൽ ആരംഭിച്ച പ്രമുഖ ന്യൂട്രീഷൻ കമ്പനിയായ പേസസ് ഇന്ത്യ LLPയുടെ നേതൃത്വത്തിൽ സൗജന്യ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പരിശോധനയും സംഘടിപ്പിച്ചു. കൊളശ്ശേരി വിമുക്ത ബഡ ഭവനിലാണ് പരിപാടി നടന്നത്. KM ധർമ്മപാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി പ്രത്യേകിച്ച് വിമുക്ത ബഡയിൽ സംഘടിപ്പിച്ചതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകൾ, എനിക്ക് തോന്നുന്നു ഒരു 50 വയസ്സിൽ കൂടുതൽ ആളുകളാണ്. എല്ലാവർക്കും ന്യൂട്രീഷൻ ആവശ്യമാണ്. ഇന്നലെ ഭക്ഷണ രീതിയിൽ നിന്ന് ഒരു മാറ്റം കൂടിയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഇതിനു വേണ്ടിയിട്ട് ഈ കൊളശ്ശേരി കാവുമ്പ ഏരിയയിൽ നമുക്ക് ഏറ്റവും ബലപ്പെട്ട സംഭാവനകൾ തീരുമാനിച്ച നമ്മുടെ സത്യനുണ്ട്, രാജേഷ് ഉണ്ട്, മറ്റു പ്രിയപ്പെട്ടവർ ഈ മേഡമുണ്ട്, എല്ലാം ഉണ്ട്. എന്തിനാലും ഇതിന് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മെഡിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ MP അജന്യ ക്ലാസ് എടുത്തു. കൂടുതലായിട്ടും എന്താ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കിട്ടുന്നു. കാർബോഹൈഡ്രേറ്റിലൂടെ എന്താ നമ്മുടെ ബോഡിയിൽ വരുന്നത്? എനർജി വേണമല്ലോ. നമുക്ക് ജീവിക്കണമെങ്കിൽ എനർജി വേണം. മസ്റ്റായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ബോഡിയിൽ ഉണ്ടാവണം. പക്ഷേ നമ്മൾ 3 നേരം ഇത് തന്നെ കഴിക്കുമ്പോൾ
എനർജി ഭയങ്കരമായിട്ട് കൂടും, കാലറീസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇതെന്തായിട്ട് സ്റ്റോർ ചെയ്യും? അരിഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ അത് എന്തായിട്ടാണ് മാറുക എന്ന് അറിഞ്ഞൂടെ എല്ലാവർക്കും? അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുക, പഞ്ചസാര ആയിട്ടാണ് കൺവേർട്ട് ആവുക. ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അരിഭക്ഷണം ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുക, അതറിയില്ലേ? അതല്ല ഷുഗറുള്ള ആൾക്കാർ അരിഭക്ഷണം കട്ട് ചെയ്യണമെന്ന് പറയുന്നില്ലേ? അപ്പോൾ ഈ ഗ്ലൂക്കോസ് എക്സ്ട്രാ ഉള്ളത് നമ്മളെ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മൾ എനർജി ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ 3 നേരം ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിലും കൂടുതൽ എനർജിയായി, ആവശ്യത്തിലും കൂടുതൽ കാലറീസ് ആയി. അപ്പോൾ അതെന്തായിട്ട് മാറും? ഫാറ്റ്. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റ് ആയിട്ട് മാറിയിട്ട് നമ്മളെ ബോഡിയിൽ ഒബേസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉള്ളൊരു സംഭവം വരും അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ പ്രോട്ടീൻസ് എന്താണെന്ന് അറിയോ? കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, ഇനി പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. പ്രോട്ടീൻസ് എന്താണ്? പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് നിങ്ങൾ കഴിക്കാറുണ്ടോ ഡെയിലി? കമ്പനി സീനിയർ മാനേജർ ശ്രീജേഷ് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മുടെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് സാർ പറഞ്ഞിരിക്കുന്നത് ചികിത്സയേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് രോഗപ്രതിരോധത്തിനാണെന്ന് അല്ലേ? നമ്മുടെ ആയുർവേദവും ഇംഗ്ലീഷും ഹോമിയോ എല്ലാവരും പറയുന്നുണ്ട് എന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിന്റെ മലയാളം പറഞ്ഞത് ചികിത്സയേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് രോഗപ്രതിരോധം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അത്? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇന്ന ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ 400 ഷുഗറും കൊണ്ടുപോയാൽ അതിനുള്ള ഇൻസുലിൻ അല്ലേ ഗുളിക എഴുതരും അല്ലേ? BP ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഗുളിക എഴുതരും. കൊളസ്ട്രോൾ ഇത്രയാണെങ്കിൽ അതിനുള്ള ഗുളിക എഴുതരും. എങ്ങനെ ചെയ്യുന്നുള്ളൂ? അടുത്ത പ്രാവശ്യം 400 ഇൻസുലിൻ അല്ല ഷുഗർ 200 താഴെ ആകണമെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ ഭക്ഷണം കഴിക്കണം, ഇന്ന വ്യായാമം ചെയ്യണം, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം, ഇത്ര മണിക്ക് എഴുന്നേക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നോ? ഇല്ല. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ് ഞാൻ. PB രാജേഷ് സ്വാഗതവും സത്യാനന്ദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുച്ഛമായ വിലയ്ക്ക് എല്ലാവരിലും ന്യൂട്രീഷൻ സപ്ലിമെന്റ് എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ന്യൂട്രീഷൻ സെന്ററുകൾ കമ്പനി ആരംഭിച്ചു വരികയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 95 26 93 02 81 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. 3-fold ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിംഗിന്റെ 5ാമത്തെ യൂണിറ്റ് കടവത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ലോണ്ടറി ഡ്രൈ ക്ലീനിംഗ് രംഗത്ത് നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സയ്യിദ് ഉവൈസ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. MK അബ്ബാസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഡ്രൈ ക്ലീനിംഗ്, വാഷ് ആൻഡ് ഫോൾഡ്, പ്രീമിയം ലോണ്ടറി, ഷൂ സ്പാ, സ്റ്റാർച്ചിംഗ്, കർട്ടൻ ക്ലീനിംഗ്, കാർപ്പറ്റ് ക്ലീനിംഗ്, കളർ ഡൈയിങ്, സ്റ്റീം പ്രസ്, സാരി പോളിഷിംഗ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. 3-4 ലോണ്ടറിയുടെ 5ാമത്തെ ഔട്ട്ലെറ്റാണ് പിന്നെ ഇന്നിവിടെ കടവത്തൂർ ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മുടെ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഇനി നാദാപുരം, വളയം, മാഹി എന്നിവിടങ്ങളിൽ ഉടൻ തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡ്രൈ ക്ലീനിങ്, ലോണ്ടറി, അത് സർവീസസ് കൂടാതെ തന്നെ സോഫ ക്ലീനിങ് നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കേട്ടൻ്റെതെന്ന് വെച്ചാൽ കേട്ടൺ നമ്മൾ അയച്ച് അലക്കിയിട്ട് റീഫിക്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ 3-fold ഹൈലൈറ്റ് കാര്യങ്ങൾ. 5 വർഷത്തോളമായി നമ്മൾ ഈ ലോണ്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടവത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് നാസർ പുത്തലത്ത്, സമദ് അറക്കൽ, MK ബാദുഷ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. വീണ്ടും തുടർഭരണമുണ്ടായാൽ സർവനാശമായിരിക്കും ഫലമെന്നും PV അൻവർ. കിടങ്ങി തുരുത്തിമുക്ക് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുന്നു. KP മോഹനൻ MLAയുടെ നേതൃത്വത്തിൽ കിടങ്ങി ബോട്ട് ജെട്ടിയിൽ KRFB ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. തലശ്ശേരിക്കടുത്തു കതിരൂരിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റും പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സംവിധാനവും തകർന്നു. അപകടത്തിൽപ്പെട്ടത് ആലപ്പുഴയിൽ നിന്നും മാമാനത്തമ്പലത്തിലേക്ക് വരികയായിരുന്ന സംഘം. മാഹി റെയിൽവേ സ്റ്റേഷനിൽ പുതുച്ചേരി സർക്കാർ ബസ്സുകളെയും സഹകരണ ബസ്സുകളെയും റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ഡ്രൈവർമാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. 29-ന് ചർച്ച. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.